അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദാഉ വദ്ദവാ എന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ പ്രശസ്തമായ ഗ്രന്ഥത്തിൻ്റെ 5ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചികിത്സിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പല ആളുകളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചികിത്സിക്കണം എന്ന് പറഞ്ഞത് ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധമായും ചികിത്സിക്കേണ്ടതുണ്ട് എന്ന ഒരു വ്യാഖ്യാനം പൊതുവെ നൽകാറുണ്ട്. എന്നാൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചികിത്സിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? തദാവൗ എന്ന് പറയുമ്പോൾ ആ പദം അത് കൽപ്പനയാണോ തേടുന്നത്, അതല്ല മുസ്തഹബിനെയാണോ തേടുന്നത്, അതുമല്ല ഇബാഹത്തിനെയാണോ തേടുന്നത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില അറാബികൾ വന്നു. സ്വഹാബി വിവരിക്കുന്നത്, റസൂലിൻ്റെ അടുക്കലേക്ക് അറാബി വന്നത് ഞാൻ കാണുകയും ഞാനതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അവർ റസൂലിനോട് ചോദിച്ചുകൊണ്ടിരുന്നത് അലൈനാ ഹറജുൻ ഫീ കദാ അലൈനാ ഹറജുൻ ഫീ കദാ فقال لهم عباد الله وضع الله الحرج إلا من افترض من عرض أخيه شيئا فذاك الذي حرج فقال يا رسول الله هل علينا جناح أن لا نتداوى قال تداووا عباد الله فإن الله سبحانه لم يضع داء إلا وضع معه شفاء إلا الهرم قالوا يا رسول الله ما خير ما أعطي العبد قال خلق حسن. ഇതാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നബിയോട് ചില അറാബികൾ വന്ന് ഇന്നത് ചെയ്താൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി, നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ അഭിമാനം, ആ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കണം, അതിൽ ക്ഷതം വരുത്തരുത്, ആ അഭിമാനത്തെ കുറച്ച് കാണരുത്. അവന് മുഅ്മിനാണ് എന്ന് മനസ്സിലാക്കി, മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കി, പ്രതാപമുള്ളവനാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ പ്രതാപത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് നബിയോട് അറാബികൾ ചോദിക്കുന്നത്, അല്ലയോ നബിയെ, ഞങ്ങൾ ചികിത്സിക്കാതിരുന്നാൽ അതിൽ കുഴപ്പമുണ്ടോ, അതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, തദാവൗ, നിങ്ങൾ ചികിത്സിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു രോഗവും വെച്ചിട്ടില്ല അതിന് ശമനം വെച്ചിട്ടല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഈ ഹദീസിൽ നിന്ന് നമുക്ക് പ്രധാനമായും 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഇസ്ബാത്തുൽ അസ്ബാബി വൽ മുസബ്ബബാത്ത്. കാരണങ്ങൾ ഈ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. ഏതൊരു കാര്യവും ദുനിയാവിൽ നടക്കണമെങ്കിൽ അതിന് കാരണങ്ങൾ ഉണ്ടാകണം. കാരണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആ രോഗം അതിന് ശമനം ലഭിക്കണമെങ്കിൽ ചികിത്സ തേടണം എന്നതാണ് ഹദീസ് നമുക്ക് അറിയിച്ചു തരുന്നത്. രണ്ടാമത്തേത് അൽ അംറു ബിത്തദാവി ലാ യുനാഫി അത്ത് തവക്കുൽ. ചികിത്സിക്കണമെന്ന് പറയുമ്പോൾ ഒരിക്കലും ചികിത്സ തവക്കുലിനെതിരല്ല എന്നും ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതേ സമയത്ത് അന്ന തഅതീലഹ യഖ്ദഹു ഫീ നഫ്സി തവക്കുൽ. എന്നാൽ ചികിത്സക്ക് പൂർണ്ണമായി എതിരെ നിൽക്കുക എന്നത് അത് തവക്കുലിനെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തിച്ചേരും എന്ന് ഉലമാക്കൾ ഹദീസ് വിശദീകരിക്കുന്നിടെ പറയുന്നുണ്ട്. യദുന്നുൽ മുഅത്തിലു അന്ന തർക്കഹ അഖ്വാ മിനത്ത് തവക്കുൽ. നിഷേധിക്കുന്ന ആളുകൾ പറയുന്നത് ചികിത്സ ഒഴിവാക്കലാണ് തവക്കുലിനേക്കാളും നല്ലത് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്തു തന്നെയായാലും ഒരിക്കലും ചികിത്സിക്കുക എന്നത് തവക്കുലിനെതിരല്ല, മറിച്ച് അത് തവക്കുലിൻ്റെ ഭാഗമാണ്. തവക്കുലിനെ കുറിച്ച് ഉലമാക്കൾ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത്, തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട്, കാരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുക. അതാണ് തവക്കുലിൻ്റെ നിർവചനമായി ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കാരണങ്ങൾ സ്വീകരിച്ചു എന്നതുകൊണ്ട് തവക്കുലിനെതിരാകുകയില്ല, മറിച്ച് കാരണങ്ങൾ സ്വീകരിച്ച് ആ കാരണങ്ങളെ അവലംബിക്കുമ്പോഴാണ് തവക്കുലിനെതിരാകുന്നത് എന്നാണ് പ്രസ്തുത വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ ചികിത്സ പൊതുവെ രണ്ട് രൂപത്തിലാണ് കാണപ്പെടാറുള്ളത്. ഒന്നാമത്തേത് തിബ്ബുൽ ഖുലൂബ് വ മുആലജതുഹു, ഹൃദയവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട ചികിത്സ അത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും റസൂലിൻ്റെ അടുക്കലിൽ നിന്നുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം നമ്മുടെ ഹൃദയത്തിന് സമാധാനമേകുന്നതാണ്, നമ്മുടെ ഹൃദയത്തിന് ശാന്തി നൽകുന്നതാണ്. നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഏറ്റവും വലിയ ശമനമാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വാക്കുകളെ മനസ്സിലാക്കുക എന്നത്. രണ്ടാമത്തേത് ശരീരവുമായി ബന്ധപ്പെട്ട ശാരീരികമായ ചികിത്സകളാണ്. ശാരീരികമായ ചികിത്സയിൽ ഒന്നാമത്തെ ഇനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെയുള്ള റുഖിയകളും പ്രാർത്ഥനകളുമാണ്. രണ്ടാമത്തേത് തജ്രിബയിലൂടെ വൈദ്യശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുന്ന ചികിത്സകളാണ്. ഇനി അത് തന്നെ രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തേത് ചിന്തയുടെയോ ആലോചനയുടെയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ എല്ലാ മനുഷ്യന്മാർക്കും അറിയുന്ന രൂപത്തിലുള്ള ചികിത്സയാണ്. ഉദാഹരണത്തിന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്നത് ഏതൊരു സാധാരണക്കാരനും അറിയുന്ന കാര്യമാണ്. എന്നാൽ അതേസമയത്ത് ചില രോഗങ്ങൾ, ശരീരത്തിന് ബാധിക്കുന്ന ചില രോഗങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും അതിൻ്റെ കാരണത്തെ അന്വേഷിക്കുകയും കൃത്യമായ ചികിത്സകൾ നമ്മൾ തേടി അന്വേഷിച്ച് പോകേണ്ടതുമുണ്ട്. ഈ രണ്ട് രൂപത്തിലാണ് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചികിത്സകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് തദാവു എന്ന് പറയുമ്പോൾ, ചികിത്സിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് ചികിത്സയുടെ വിധി? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഖ്തലഫൽ ഉലമാഉ ഫി തദാവി, ചികിത്സയുടെ വിഷയത്തിൽ ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ഹൽ ഹുവ മുബാഹുൻ വതർക്കുഹു അഫ്ളൽ അം മുസ്തഹബ്ബുൻ അം വാജിബുൻ, ഇത് മുബാഹാണോ അതല്ല ഒഴിവാക്കലാണോ അഫ്ളൽ, അതുമല്ല മുസ്തഹബാണോ അതല്ലെങ്കിൽ വാജിബാണോ എന്നിങ്ങനെയുള്ള വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫിലായിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയെ പോലുള്ള ആളുകളൊക്കെ പ്രസ്തുത വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് ലൈസ ബിവാജിബിൻ ഇൻദ ജമാഹീരിൽ അഇമ്മ, ജുംഹൂറുൽ ഉലമ, ബഹുഭൂരിഭാഗം വരുന്ന ഉലമാക്കളുടെയും അടുക്കൽ ചികിത്സിക്കുക എന്നത് നിർബന്ധമല്ല എന്നാണ്. വ ഇന്നമ ഔജബഹു ത്വായിഫത്തുൻ ഖലീലത്തുൻ മിൻ അസ്ഹാബി ശാഫിഈ വ അഹ്മദ്, എന്നാൽ ചില ഉലമാക്കൾ, ഷാഫിഈയാക്കളിൽപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ചില ആളുകൾ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുഭൂരിഭാഗം വരുന്ന ഉലമാക്കളുടെയും വീക്ഷണം നിർബന്ധമല്ല എന്നതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ചികിത്സയുടെ വിധി. ചികിത്സക്ക് 5 വിധിയും വന്നു ചേരുന്നുണ്ട് എന്നാണ് തിരിച്ചറിയേണ്ടത്. ഒരടിമയുടെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട്, അവൻ്റെ സാഹചര്യത്തെയും സന്ദർഭത്തെയും പരിഗണിച്ചുകൊണ്ട് 5 വിധിയും ചികിത്സക്ക് ബാധകമാകും. ഒന്നാമത്തെ വിധി അൽ വുജൂബ്, നിർബന്ധമാകും. എപ്പോൾ? عند تحقق الشفاء التام وخوف الهلاك والتلف, മരണപ്പെടും എന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന രോഗമാണ് എങ്കിൽ ചികിത്സിക്കൽ നിർബന്ധമാണ്. ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ അവനെ തന്നെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ചികിത്സിക്കുക എന്നത് അവൻ്റെ മേൽ വാജിബായി മാറും. എന്നാൽ രണ്ടാമത്തേത് അന്നദബ്, സുന്നത്താണ്. عند غلبة الظن في تحقق الشفاء ودفع المرض, അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തിനെല്ലാം ബാധിക്കുന്ന രൂപത്തിൽ നല്ല പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. എന്നാൽ മരണത്തിലേക്കൊന്നും എത്തുകയില്ല. അങ്ങനെയുള്ള ഒരു മൂർജിച്ച രൂപത്തിലുള്ള രോഗമല്ല. എന്നാൽ പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയാസമുണ്ട്. അത്തരം ഒരവസ്ഥയിലാണ് എങ്കിൽ ചികിത്സിക്കുക എന്നത് സുന്നത്താണ് എന്നാണ്. അവൻ്റെ ഇബാദത്ത് അത് അള്ളാഹുവിലേക്ക് വീണ്ടും അർപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ നല്ലൊരു ചികിത്സ അവൻ തേടേണ്ടതുണ്ട്. മൂന്നാമത്തേത് അൽ ഇബാഹ, അനുവദനീയമാണ്. ചെറിയ രൂപത്തിലുള്ള രോഗങ്ങൾ, അത്തരം രോഗങ്ങൾക്ക് ചികിത്സിച്ചില്ല എങ്കിലും അത് പൊതുവെ സീസൺ കാലത്തൊക്കെ വരുന്ന രൂപത്തിലുള്ള രോഗങ്ങൾ, അത് അതിൻ്റെ സമയമാകുമ്പോൾ വരികയും അങ്ങനെ പോവുകയും ചെയ്യുന്ന രോഗങ്ങൾ, അത്തരം രോഗങ്ങൾക്ക് അത് ഇബാഹത്താണ്, മുബാഹാണ്, പ്രശ്നമില്ല, അവൻ്റെ ഇബാദത്തിനൊന്നും ബാധിക്കുന്നില്ല എങ്കിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ്. നാലാമത്തേത് കറാഹത്താണ്, തീ കൊണ്ടുള്ള ചികിത്സകൾ ഹദീസിൽ വന്ന വിഷയങ്ങളാണ്. അഞ്ചാമത്തേത് ഹറാമാണ്, ഹറാം കൊണ്ട് ചികിത്സിക്കുക, സിഹർ കൊണ്ട് അതല്ലെങ്കിൽ കള്ള് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് ചികിത്സിക്കുക എന്നത് ഹറാമാണ്. ഇതാണ് ചികിത്സയുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ തന്നെ ചില ഉലമാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നത് ചികിത്സിച്ചില്ല എങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന ഒരവസ്ഥയാണ് എങ്കിൽ ചികിത്സ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ഉലമാക്കൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതായത് മുബാഹായി കണക്കാക്കപ്പെടുന്ന അവസ്ഥകൾ, ആ അവസ്ഥയിൽ ചികിത്സ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ചികിത്സയുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട
അടിസ്ഥാനപരമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ ശരിയായി പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.